നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഒറ്റയാൾ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പ്രണയം തലക്കടിച്ച കൗമാരം മുതൽ വീട്ടിൽ ഇതിനുവേണ്ടി യുദ്ധം നടത്തിയിരുന്നു. ഒടുവിൽ രണ്ടു വീട്ടുകാരും അവർക്ക് മുന്നിൽ മുട്ടുമുടക്കി. അങ്ങനെ അവർ ഒന്നിച്ചു. ആ പ്രണയവല്ലരിയിൽ മുട്ടിട്ട് പൂത്ത പൂവായിരുന്നു ഗോകുൽ. അനുവിൻ്റെയും സഞ്ജുവിൻ്റെയും പൊന്നോമനയായിരുന്നു അവൻ. അവൻ്റെ ഓരോ ദിവസത്തെയും വളർച്ച അവർ ഫോട്ടോഗ്രാഫിയിൽ പകർത്തി. ഓരോ നിമിഷങ്ങളും വീഡിയോകളിൽ പകർത്തി. ചിരിയും കരച്ചിലും കൊഞ്ചലും കളിപ്പാട്ടങ്ങൾക്കിടയിലുള്ള അവൻ്റെ കളികളും എന്നു വേണ്ട എല്ലാം അവർ പകർത്തി. തങ്ങളുടെ രാജകുമാരനെ എന്തു കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്നറിയാതെ അവർ കുഴങ്ങി. വീടിൻ്റെ ചുവരുകൾ മുഴുവനും അവൻ്റെ ഭംഗിയുള്ള പോർട്രേറ്റ്സ് കൊണ്ട് നിറഞ്ഞിരുന്നു. പുറത്തുനിന്ന് വീട്ടിൽ കയറി വരുന്ന ഏതൊരാൾക്കും ആ കാഴ്ച കൗതുകമുണർത്തും. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നു പോകവേ അവർക്കിടയിൽ എന്തോ സംഭവിച്ചു. എന്താണെന്ന് അവർക്കല്ലാതെ ആർക്കും അറിയില്ല. അധികം വൈകാതെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തലപൊക്കി. ഈഗോയാണോ സ്വാർത്ഥതയാണോ എന്താണെന്നറിയില്ല. അവരുടെ ജീവിതം വഴിതിരിഞ്ഞു. വാശിയായി, കേസായി, ഒടുവിൽ ഡൈവോഴ്സുമായി. ഗോകുലിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ രണ്ടു കൂട്ടരും കേസിനു പോയി. ഒടുവിൽ അനു അവനെ നേടിയെടുത്തു. രണ്ടു വീട്ടുകാരും എല്ലാത്തിനും മുഖസാക്ഷിയായി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങവേ രണ്ടു കുടുംബത്തിലും അവരവരുടെ മക്കളുടെ പുതുജീവിതം തേടിയുള്ള തിരച്ചിൽ തുടങ്ങി. അത് തുടർന്നപ്പോൾ അനുവിന് ഒരു അമേരിക്കക്കാരനെ കൂട്ടുകിട്ടി. ഗോകുലിനെ തൻ്റെ ഡാഡിക്കും മമ്മിക്കും കൊടുത്തിട്ട് അനു അമേരിക്കയിലേക്ക് പറന്നു. ഗോകുലിനെ സ്കൂളിൽ ചേർക്കാറായപ്പോൾ മുതൽ അനുവിൻ്റെ മമ്മിക്ക് മൈഗ്രെയിൻ കലശലായി. അവരുടെ ആരോഗ്യപ്രശ്നം പരിഗണിച്ച് അവർ അവനെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. ഇടയ്ക്കിടയ്ക്ക് ഗോകുലിനെ അവിടെ പോയി അന്വേഷിക്കുന്നത് അവർ പതിവാക്കി. അവരെ കാണുമ്പോൾ കുഞ്ഞു ഗോകുൽ ആദ്യം കരയുമായിരുന്നു. പതിയെ അവൻ ബോർഡിംഗ് സ്കൂളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. ഇതിനിടയിൽ സഞ്ജുവിനും ഓസ്ട്രേലിയയിലുള്ള ഒരു നേഴ്സിൻ്റെ ആലോചന വന്നിരുന്നു. അവർ രണ്ടു കുട്ടികളുള്ള ഒരു ഡിവോഴ്സിയായിരുന്നു. ആലോചന മുന്നോട്ട് പോയി. അങ്ങനെ സഞ്ജു പുതിയ കുടുംബനാഥനായി സിഡ്നിയിലേക്ക് പറന്നു. വർഷങ്ങളും സമയവും കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അനുവും സഞ്ജുവും അവരവരുടെ ജീവിതവും തിരക്കുകളുമായി ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ നിന്ന് ഉതിർന്നു ലോകത്ത് വീണ ഗോകുൽ എന്ന കുഞ്ഞ് എവിടെ എന്ന് ചിന്തിക്കുവാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. അതവർക്കൊരു പ്രശ്നവും അല്ലാതായി. സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് കോളേജ് ഹോസ്റ്റലിലേക്കും അവിടെ നിന്ന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഉള്ള ജീവിതപാതയിലേക്കും ഗോകുലിൻ്റെ ലോകം നീങ്ങി. ഒടുവിൽ ഒരു സ്വയം നിർമ്മിത വ്യക്തിയായി ഗോകുൽ മാറി. ജീവിതത്തിൽ താൻ ആരാകണം എന്ന ചോദ്യം അവൻ സ്വയം ചോദിച്ച് ഉത്തരം സ്വയം തന്നെ കണ്ടെത്തി. വേണമെങ്കിൽ നശിച്ചു പോകാമായിരുന്നു. അതിനുള്ള ധാരാളം സാഹചര്യങ്ങൾ അവനുണ്ടായിരുന്നു. പക്ഷേ നശിച്ചു പോയാൽ നഷ്ടം ആർക്കാണ്? ആർക്കുമില്ല. മുന്നിൽ നീണ്ടുകിടക്കുന്ന ബാക്കി ജീവിതം തുഴയേണ്ടത് താൻ തന്നെയാണ്. പ്രായമായ അച്ചാച്ചനും അമ്മാമ്മയും ഇനി എത്ര കാലം തനിക്ക് കൂട്ടായി ഉണ്ടാകും? താൻ എന്നും ഒരു ഒറ്റയാനല്ലേ? ഗോകുൽ ആലോചിച്ചു. അച്ചാച്ചനും അമ്മാമ്മയും കൊടുത്തിരുന്ന ഒരു പിടി സ്നേഹം മാത്രമേ അവന് ഓർമ്മയിലുള്ളൂ. ഒറ്റപ്പെടൽ അവനൊരു അനുഗ്രഹമായി മാറി. പുസ്തകങ്ങൾ അവൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനായി. ധാരാളം പുസ്തകങ്ങൾ ഗോകുൽ വായിച്ചു. ലോകം എന്താണെന്ന് മനസ്സിലാക്കി. ആരോടും പരിഭവമില്ലാതെ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അച്ചാച്ചൻ കൊടുത്ത ബാങ്ക് ബാലൻസും സ്വത്തും അവനൊരു തുടക്കം കുറിക്കാൻ താങ്ങായി. നല്ലൊരു എഴുത്തുകാരനും വാഗ്മിയും ഒക്കെയായ ഗോകുൽ ഇന്ന് മുംബൈ TISSൽ ഒരു ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും വിവിധ യൂണിവേഴ്സിറ്റികളിലെ പഠന സിലബസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ധാരാളം വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തുന്നുമുണ്ട്. നല്ലൊരു ചിന്തകനും വാഗ്മിയുമായ പ്രൊഫസർ ഗോകുലിന് ധാരാളം ആരാധകരുമുണ്ട്. ഒരിക്കലൊരു ഗവേഷണ വിദ്യാർത്ഥിനി തൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് തോന്നിയ ഉത്കടമായ സ്നേഹവും പ്രണയവും തുറന്നു പറഞ്ഞു. മനസ്സിൻ്റെ ക്ഷണികമായ വികാരങ്ങളിൽ നിയന്ത്രണം വെക്കണം കുട്ടി. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും ഒരുപോലെ സ്നേഹം തനിക്കുണ്ടെന്നും
ഭൗതികമായ കെട്ടുപാടുകളില്ലാത്തൊരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹം ആ വിദ്യാർത്ഥിനിയെ നിരുത്സാഹപ്പെടുത്തി. ജനിപ്പിച്ച മാതാപിതാക്കളോട് നന്ദിയുണ്ട്, ആരോടും പരിഭവവുമില്ല. കാരണം അവരിൽ കൂടിയാണല്ലോ തനിക്ക് ഈ ഭൂമിയിൽ എത്തിപ്പെടാൻ പറ്റിയത്. വികാരങ്ങളിൽ നിന്നും ബലഹീനകളിൽ നിന്നും സ്വാതന്ത്ര്യം വീണ്ടെടുത്താൽ ഈ ലോകത്ത് മറ്റെന്തും നമുക്ക് നേടാൻ കഴിയും എന്ന് ഗോകുൽ വിശ്വസിച്ചു. അത് പ്രൊഫസർ ഗോകുൽ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.